അപ്പം നിങ്ങളുടെ അവിടെ ഒക്കെ വഴിപണിയൊക്കെ തകർത്തായിട്ട് നടക്കുമല്ലേ? അമ്മ അവിടെ നോക്കിയപ്പോണ്ട് ആരാന്ന് പിടിക്കിട്ടില്ല. എന്നാ ധ്യാനാണോ അതോ എന്താ പതിവില്ലാത്തൊരു വിസിറ്റിങ്? ഒത്തിരി നാൾ കൂടി. വാ കയറുക. ആരാമ്മേ? ആരാ? ആ ഓരോ ആൾക്കാരല്ലേ? വാ കയറി വെച്ചില്ലേ? ഞാനാണ്ട് കടയൊക്കെ എങ്ങനെ പോണ്? അതെ, കഴിഞ്ഞ ദിവസമായില്ലേ പാലായ്ക്ക് ഇവനങ്ങോട്ട് പോയിട്ടുണ്ട്. അല്ല അറിയാൻ വിഷമം. ആയില്ല കാണുന്നത്. അതെ അതെ, അമ്മ അങ്ങനെ കാണാത്തതുകൊണ്ട്. ആ സിസ്റ്ററും ഉണ്ട്. സിസ്റ്ററിനെയും കിട്ടി. ആ ഫാനിങ് എടുത്തോണ്ടൊക്കെ അവൻ്റെ സിസ്റ്ററും ഉണ്ട്. രണ്ടുപേരില്ല, സിസ്റ്ററും കൂടെ ഒരു കൊച്ചും ഉണ്ട്. അല്ല കൂടെ ഒരു കൊച്ചു. ആ അതെന്നറിയോ ഇത് അറിയാൻ വിഷമാ. വിഷമല്ലേ? അയ്യപ്പയ്യെ അറിയുള്ളൂ. എല്ലാ ദിവസവും കാണുന്നുണ്ട്. എല്ലാ ദിവസവും കാണുന്നുണ്ടല്ലേ? എല്ലാ ദിവസവും കാണുന്നില്ല. നാളുകൂടെ കാണുന്നേ. എത്ര നാളുകൂടെ? എത്ര നാളായി? എത്ര നാളായി ഞാൻ വന്നിട്ട്? എത്ര നാളായി ഞങ്ങളെ? 2 വർഷം മുകളിലായില്ലേ? കൊറേ ആയി. നമ്മുടെ കുട്ടിയൊന്നും അല്ലായിരുന്നു. ഇല്ല, പെൻഷൻ കഴിഞ്ഞ് വന്നോ ചേച്ചി? ഇല്ലില്ല. ആ പെൻഷനായിട്ട് വന്നിട്ടില്ല. ഞാൻ ബോംബെയിലായിരുന്നു. അങ്ങോട്ട് പോയേ ബോംബെയിലേക്ക്. അതിനെപ്പറ്റി കേരളത്തോട്ട് വന്നു. നമുക്ക് ഇവിടെ പറ്റിയല്ല. ഇവിടെ ആയിപ്പോ ആണോ? ചിറ്റാരിക്കാലിലേക്ക് വന്നു. കാസർഗോഡ്. ഇവിടെ വന്നിട്ട് വർഷം 2-3 കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? 3 വർഷം. 3 വർഷം അല്ലെന്ന് എനിക്ക് തോന്നണേ. എവിടെ വന്നിട്ട്? ഇവിടെ വന്നിട്ട് 3 എന്നാ നമ്മൾ അന്ന് ചാച്ചൻ മരിച്ചപ്പോൾ അന്ന് ഞാൻ വന്നെങ്കിൽ ഇവിടെ കയറിയില്ല. അന്ന് എനിക്ക് വേഗം പോകണമായിരുന്നു. ഞങ്ങൾ ധ്യാനം. അന്ന് ഇങ്ങോട്ട് വന്നില്ല. ഇങ്ങോട്ട് വന്നത് പാലാലം കണ്ടൊരു ധ്യാനം അതിൻ്റെ ഒരു പരിപാടിക്ക് ഇങ്ങോട്ട് വന്നായിരുന്നു എനിക്ക് തോന്നുന്നു അല്ലേ? ഞാൻ ദുബാനി സൈഡിൽ ധ്യാനം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചായിരുന്നില്ലേ? അന്നേരം ധ്യാനം ഇല്ലായിരുന്നു. കുറെ വർഷമായി. ഓർക്കണില്ലേ? ഒരുവിധം ഞാനൊക്കെ ഓർത്തിരിക്കുന്നതാ. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. വന്നിട്ട് കുറെ ആയി. പണ്ട് ഞാൻ വന്നപ്പോ ഞാൻസിയും അനുസരിച്ചുണ്ട് അമ്മേനെ നോക്കാനുള്ള. ചേച്ചിപ്പോഴുണ്ട്. നമ്മള് അവിടെ പോയത് അത് തന്നെ. പിള്ളേരൊക്കെ ചെറുതായിരുന്നു അന്ന്. വിവാൻ തീരെ കൈക്കുഞ്ഞായിരുന്നു. വിവാന് ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടേ ആക്കിയിട്ടാ വന്നത്. അന്നേരം പോയി. വീണയുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 1 പ്രാവശ്യം കൂടി ഞാൻ വന്നായിരുന്നു. അത് കഴിഞ്ഞ് വന്നു. അത് കഴിഞ്ഞൊക്കെ വന്നായിരുന്നു. 1-2 പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ വന്ന് ധ്യാനമായിട്ട് ബന്ധപ്പെട്ട ലാസ്റ്റ് വന്നിട്ട് ധ്യാനമായിട്ട് ബന്ധപ്പെട്ടാണോ? അല്ലെന്ന് എനിക്ക് ധ്യാനം കൂടെ വരുമ്പോഴേ ഇങ്ങനെ വരാറുള്ളൂ കാണാൻ. അവിടുന്ന് പോന്നോ? ബോംബെന്ന് പോന്നു. നാട്ടിലാണോ? ഇവിടെ എവിടെയാ? കോഴിക്കോടോ കണ്ണൂരോ? കാസർഗോഡ് ജില്ലയില്. കാസർഗോഡുണ്ട്. കാസർഗോഡാണ് ചിറ്റാരിക്കില്ല. ചിറ്റാരിക്ക് ഇവിടെ ഇഷ്ടംപോലെ മലയാളി ഇവിടെ ഉള്ളവരുണ്ട് കേട്ടോ അല്ലേ? കോട്ടയംകാർ ഒത്തിരി പേര് ഇവിടെ ഉണ്ട്. കോട്ടയംകാർ ചിറ്റാരിക്കിൽ ഒത്തിരി പേരുണ്ട്. കോട്ടയംകാർ ഒരുപാട് പേരുണ്ട്. അവർ തുടങ്ങിയവരൊക്കെ നല്ല നമ്മൾ അധ്വാനിക്കുന്ന ലോകന്മാരെല്ലാം ചിറ്റാരിക്കാലുണ്ട്. ഭക്തി ദൈവവിശ്വാസം എല്ലാം അവർ നടത്തിയിരിക്കുന്നത്. അവിടെ ഇങ്ങനെ മദർ ചാർജാണോ അതോ? മദർ ചാർജാണ്. അതിലാണ് ചോദിച്ചിടം വരുന്നത്. അവിടെയാന്നേ പടിഞ്ഞാറക്കാലേ വരുന്നേ. ലെൻസി ചേച്ചിയുടെ തങ്കച്ചേട്ടനെ. കൊച്ചിന് സിസ്റ്ററിനെ കൊണ്ട് വന്നതാണ് കേട്ടോ.
പ്രശ്നം കൊണ്ട് വന്നതാണ്. വിവാനെന്തി? വിവാന് ഗ്യാസ് കയറി അങ്ങനെ ഇരിക്കുവാണ്. ഇരിക്കും. ആരാ പിള്ളേർ പിള്ളേരിവിടെ ഉണ്ട്, ഒരാളുണ്ട്. വീണ പിന്നെ ഇപ്പൊ വരികയല്ലോ, എപ്പോഴും ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. ഇവിടെയാണോ? ആ ഇവിടെയാ. പിന്നെ ഞാൻ പറ്റിയ പിള്ളേരെ ഓർക്കും, എന്നെ മാത്രം മറന്നുപോയല്ലോ. എൽസി എന്നാ വരുന്നേ? എൽസി വന്നല്ലോ. വന്നോ? അയ്യോ, എപ്പോ വന്നു? എൽസി തിങ്കളാഴ്ച. തിങ്കളാഴ്ച വന്നായിരുന്നോ? ആ ശരി. നീതു വന്നിട്ട് അറിഞ്ഞില്ലല്ലോ. എൽസിയുടെ വലിയ കൂട്ടുകാരല്ലേ നീതു, പാലക്കാട്ടിനുള്ളിലെ. ഏത്? ഞാൻ ഇന്നലെ പോയത് അവിടെ. ആണോ? പാലക്കാട്ടിലേക്ക് പോയതെന്നല്ലേ? ആണോ? പുറത്തേക്കും ഇറങ്ങിയില്ലായിരിക്കും. പുറത്തേക്ക് ഇറങ്ങി കാണിയല്ലോ. കാണിയാലും നീ അതേ വന്നപ്പോഴേ കാലിനൊക്കെ ജെറ്റ് ഫീവർ ഉണ്ട്. ജെറ്റ് ഫീവർ കാണും. ഇപ്പോൾ എത്ര നാൾ അവിടെ കിടന്നു. ഞങ്ങൾ ഒരു മാസം പോയിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ജെറ്റ് ഫീവർ ഉണ്ടെങ്കിൽ ഒരാഴ്ചത്തേന് നമുക്ക് കൺജസ്റ്റഡ് ആയിരിക്കും മൊത്തം. കൈ കാലാവസ്ഥയുടെ വ്യത്യാസം, ഉറക്കം ശരിയായില്ല, അങ്ങനെയൊക്കെയുള്ള അങ്ങനെയെല്ലാം കാണും. അത് വിളിച്ചില്ല, പോയെന്നൊന്ന് വിളിച്ചതുള്ളൂ, പിന്നെ വിളിച്ചില്ല. അപ്പൊ ക്ഷീണമൊക്കെ പോയിട്ട് ഇറങ്ങി. ആ ഇറങ്ങുള്ളൂ. എവിടെ അറിഞ്ഞില്ല. പുള്ളിക്കാരത്തിന്റെ വലിയ കൂട്ടുകാരത്തിയാ. ആ. ഞങ്ങളുടെ കുഞ്ഞമ്മയുടെ മകള്, മരുമകള്. ജോർജിൻ്റെ ഭാര്യയുടെ. ആ ജോർജിന്റെ ആ നീതു അവളോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ലാൽ ചേച്ചി എപ്പോഴെങ്കിലും വരുവാണെങ്കിൽ അവിടെ കൂട്ടിക്കാൻ വന്നത് ആണോ? അവനോട് പറഞ്ഞു. ആ അത് പറ. മിസ്സായി. എൽസിയുടെ വീട്ടിൽ പോയാൽ മിസ്സായി. ഇവിടെ ഇട്ടില്ലല്ലോ. വണ്ടി പോയി. ചേച്ചീനെ കൊണ്ട് ഇറക്കിയിട്ട് വണ്ടി പോയി. ചേച്ചീനെ കൊണ്ട് ഇറക്കിയിട്ടേ വണ്ടി പോയി. നമ്മുടെ മരുമകളല്ലേ? ഒരു വലിയ വണ്ടി സാധനമാണ്. ആ വലിയ വണ്ടിയാത്ത സാധനം അതെപ്പോഴും റോട്ടിലാണ്. പെട്ടിക്കകത്തൊന്നുമില്ല. കണ്ട വലിയ പെട്ടിയാ, രണ്ടും ചുളുങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി വെച്ചതാ. വലിയ പെട്ടി ഇല്ലാത്ത സാധനങ്ങളാണ്. അല്ല വണ്ടി അതിലേ പോയി, വണ്ടി ലോറി പോയി. അതിന്റെ കാര്യമാണ്. എപ്പോഴും വഴിയില്ല. ഓക്കെ ഓക്കെ. എൽസിയും വന്നില്ല അമ്മേനെ കാണാനായിട്ട്. വന്ന് അപ്പോൾ ഇവിടെ വന്ന് ഞാൻ വണ്ടി വിടിയിലായിരുന്നേ. ഓക്കെ. വണ്ടി വിടുന്നതുകൊണ്ട് ഞാനാ കൂട്ടിക്കൊണ്ട് വന്ന് ഇവിടെ വന്നിട്ട് നേരെ അവർ പോയി. ഇനി നമ്മൾ മടുത്ത് വരുന്നല്ലേ. തിങ്കളാഴ്ച ആണല്ലേ? ആ തിങ്കളാഴ്ച വൈകുന്നേരമായി ഞങ്ങൾ വന്നപ്പോൾ. ഭയങ്കര ബ്ലോക്കായിരുന്നു. എറണാകുളത്ത് ഒരു രക്ഷയിലായിരുന്നു. അവരെ കൂട്ടാൻ പോയായിരുന്നു. അവരെ കൂട്ടാൻ പോയി. അമ്മയ്ക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല കേട്ടോ. അമ്മ അതുകൊണ്ട് ആരാ എന്നുള്ളത് ഉള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ അമ്മ മെൻറ്റിക്കില്ലായിരുന്നു. അമ്മേ പെണ്ണത്തിയില്ലേ? പെണ്ണത്തി അമ്മയുടെ നാത്തും പെണ്ണത്തിയില്ലേ? പെണ്ണത്തിയുടെ മകള് ലാലിയില്ലേ? ലാലിയായി നിൽക്കുന്നത്. ആ ജോമോള് പറഞ്ഞാലേ അമ്മയ്ക്ക് മനസ്സിലാവുള്ളൂ. ജോമ പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. അമ്മയുടെ അമ്മയുടെ നാത്തൂനില്ലേ? മൂത്തതാണോ? രണ്ടാമത്തെ നാത്തൂനില്ലേ? എവിടെയുള്ളതാ? കണ്ണൂരെങ്ങാണ്ടുള്ളത് അല്ലേ? കണ്ണൂരല്ലേ? ആ കണ്ണൂരല്ല, വയലായില അമ്മയുടെ ഓർമ്മ വരുന്നത്. ചെമ്പേരി. വയലായിന്ന് പറഞ്ഞാൽ മതി. ആ വയലായിലുള്ള നാത്തൂനില്ലേ? പെണ്ണത്തി. വയലായി കെട്ടിച്ച നാത്തൂൻ. പെണ്ണത്തിയുടെ മകളാ. ആ അമ്മ പറയല്ലേ ഇവിടെ ഒത്തിരി നിന്നിട്ടുണ്ടെന്നൊക്കെ അമ്മ പറഞ്ഞിട്ടില്ലേ? ഇവിടെ ഒത്തിരി നിന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? ആ വളർന്നത്. ചില കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. ലാലിയാണ് ഇത്. അമ്മയ്ക്ക് കുറച്ച് ആൾക്കാരൊക്കെ അറിയത്തുള്ളൂ. അവരുടെ പേര് കേൾക്കുമ്പോ ഒരു സന്തോഷം, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ ഈ ഓസ്ട്രേലിയക്കാരൻ ചേട്ടൻ വന്നാലൊന്നും പിടികിട്ടിയല്ല. ചേട്ടായിനെയാണ് ശരിക്കും അറിഞ്ഞോണ്ടിരുന്നത്. ഇപ്പൊ അതും അറിയല്ലാണ്ടായി. ഇപ്പൊ മകളെ അറിഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെയാന്ന് എനിക്കറിയത്തില്ല. അതൊന്നും ശരിക്കും പറയാതെ ആരാ എന്താന്നൊന്ന് ചോദിച്ചിരുന്നു. പറഞ്ഞു. അറിഞ്ഞു എന്റെ മകളാന്നും പറഞ്ഞു. ചോദിച്ചിരുന്നെങ്കിൽ എനിക്ക് ആ ഇച്ചിരി മണ്ണുമെല്ലാം വെച്ച് അപ്പൊ നമുക്ക് മനസ്സിലാകാൻ വിഷമം. പിന്നെ ഓർമ്മക്കുറവല്ലേ, അപ്പൊ അറിയത്തില്ലല്ലോ. ഉണ്ടോ? ആ മരുന്നുണ്ട്. മരുന്ന് നിർത്താൻ പറ്റിയ ഉള്ളതാ. പ്രായമാകുമ്പോഴും അതെ, ഒരു പ്രായം തുടങ്ങുമ്പോഴും ഒക്കെ അങ്ങനെയാണ്. അല്ലാതെ ഈ ഭൂമിയിലേക്ക് പെട്ടെന്നുള്ള ആഴ്ചയല്ല. അമ്മായിനെ കഴിഞ്ഞ മേടിച്ചോ ഞങ്ങള്. എല്ലാം പറഞ്ഞു. എല്ലാം ഓർമ്മ വരും. എല്ലാവർക്കും ഓർമ്മക്കേടാ. അമ്മക്ക് കൊച്ചിനെ കണ്ടുകൊണ്ടാണ്. കൊച്ചേതാന്നുള്ള രീതിയാണ്. ഇവിടെ വിവീനയൊക്കെ ഇത് ഒരു പ്രായമല്ലേ കണ്ട്, അതായിരിക്കും കടന്ന് ഈ ചോദ്യം വരുന്നത്. അമ്മായിനെ കണ്ടിട്ട് ഞാനൊന്ന് പോണെന്ന് വിചാരിച്ചു. എനിക്കും പോകാൻ നടക്കില്ല അമ്മച്ചിനെ കാണാനേ. നിങ്ങൾ വേണം പോയിട്ട് ഒരു അമ്മിനോടില്ലേ? അതല്ല ഇവിടെ ഉണ്ടാക്കാൻ വല്ല ഉണ്ടോ? അല്ല വിവാഹം മതി. അങ്ങനെ ആക്കിയിട്ട് പോണതാ.
പോയിട്ട് വരും അന്നേരത്തിനും. നാൻസി ചേച്ചി വന്ന പിന്നെയല്ല അവിടെ അമ്മച്ചി ഒന്ന് ശരിയായത്. പിന്നെ അറിയാം. അവിടെ കൊണ്ടാക്കിയിട്ട് ഓടി നടക്കും. എന്നെ കൊണ്ട് പറ്റില്ല ഇതിന്റെ ഒന്നും പുറകെ കിടന്ന് ഓടാൻ. രണ്ടെണ്ണോ കുരുത്തക്കേടായിരുന്നു. ഇപ്പൊ സൈലന്റ് ആയി പോയി. ആ ചെറുപ്രായത്തിൽ രണ്ടെണ്ണോട് എവിടെയെങ്കിലും ഞാൻ പോയിട്ടുണ്ടെങ്കിലോ കരഞ്ഞ് തിരിച്ച് പ്രാഗി കരഞ്ഞ് വർക്കിയാ ഞാൻ വരുന്നത്. ഇപ്പം വണ്ടിയില്ലാത്തവരായി. ഇപ്പൊ മിണ്ടുകയില്ല, ഒരു കുസൃതിയില്ല, ഒന്നുമില്ല. പെണ്ണ് പഴയ പോലെ തന്നെ, മാറ്റമൊന്നുമില്ല. പിന്നെ അത് തന്നെയല്ല സിസ്റ്റർ, ഞാൻ പറയട്ടെ, ഇവിടുത്തെ ചാച്ചൻ എങ്ങനെയുണ്ടായിരുന്നു, സിസ്റ്ററിന്റെ അമ്മാവൻ എങ്ങനെയാണ്? അതെ അതെ, എല്ലാവരും കേട്ടെ, എന്റെ പ്രേക്ഷകരെല്ലാവരും കേട്ടെ. ഇവിടുത്തെ വെല്ലിപ്പൻ ആരോടും ഒന്നും മിണ്ടിയല്ലാത്ത ഒരു മനുഷ്യനായിരുന്നു. ഞാൻ വളർത്തിയതാന്ന് പറഞ്ഞു ജോമോൻ എന്നെ കിടന്ന് വഴക്കുണ്ടാക്കുക. മകള് എങ്ങനെയാ ആക്റ്റീവായത്? ഞാൻ എന്നെ വളർത്തിയതല്ലേ മകളെ, അതുകൊണ്ടൊന്നും അല്ല. അത് എനിക്ക് ഇന്നലെ എന്നോട് ജോമോൻ അത് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. സാവുച്ചേട്ടായും ഇവരുടെ പോലെ മിണ്ടുവോ? ഇല്ലല്ലോ ഇല്ലല്ലോ. സാവുച്ചേട്ടായുടെ മോളും മിണ്ടിയ. മലയാളം അറിയത്തില്ല, മലയാളം അറിയത്തില്ല, ഹിന്ദി അറിയത്തുള്ളൂ. ആ ഹിന്ദി അറിയത്തുള്ളൂ. അമ്മ പറഞ്ഞാൽ മനസ്സിലാക്കിയില്ല. മലയാളം മനസ്സിലാക്കിയില്ല. ഒരു മലയാളം അല്ല, ഹിന്ദിക്കാരാ. ഹിന്ദി 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 അവിടുത്തെ ഹിന്ദിക്കാരാ. ചാച്ചൻ്റെ രണ്ടാമത്തെ പെങ്ങൾ പെണ്ണത്തി എന്നാണ് വിളിക്കുന്നത്. കുഞ്ഞമ്മ വയലായിലെ പാണുച്ചിറയിലാണ് കെട്ടിച്ചിരുന്നത്. അവിടുന്ന് അവർ വിറ്റിട്ട് ചെമ്പേരിക്ക് പോയി. ചെമ്പേരിയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ചെമ്പേരിയിലെ കുഞ്ഞമ്മയുടെ ഇളയ മകളാണ് ഇന്ന് വന്ന സിസ്റ്റർ. ചെറുപ്പകാലത്തിൽ 7-8 വയസ്സ് വരെ ഇവിടെ നിന്നാണ് പഠിച്ചത്. പിന്നെ നെല്ല് ചോന്നോണ്ട് ഞാൻ വന്നിട്ടുണ്ട്, പിന്നെ പുല്ലൂർ ചക്കപ്പഴം ചോന്നോണ്ട് വന്നിട്ടുണ്ട്, ഒരുപാട് പണി ചെയ്തിട്ടുണ്ട് ഇവിടെ. അന്ന് പിള്ളേരെ എല്ലാരും പണിയിപ്പിക്കുമല്ലേ? അന്ന് നമ്മളെ പിള്ളേരൊന്നും ചുമ്മാതിരിക്കും. അതല്ല അമ്മയും പറയല്ലോ, ഇടയ്ക്ക് പിള്ളേരും വലിയവരും എപ്പോഴും പണിയാ. എപ്പോ നോക്കിയാലും ഒന്നെങ്കിൽ മഞ്ഞൾ നടല്ലേ, അല്ലെങ്കിൽ ഇഞ്ചി നടല്ലേ, അല്ലെങ്കിൽ കപ്പ നടല്ലേ, കപ്പ പറങ്ങി, കപ്പ പറി, കപ്പവാട്ട, ഇതെല്ലാം ഈ പണി ഞങ്ങൾ കുഞ്ഞുങ്ങളാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഒത്തിരി പണിയായിരുന്നു. ഞാനൊക്കെ ഇന്ത്യയിലെ കപ്പയ്ക്ക് ഇട കളിച്ചിട്ടുണ്ടെന്ന് അറിയോ? പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരൊന്നും ചെയ്യും. ഇപ്പോഴത്തെ പിള്ളേർക്ക് സുഖമെല്ലാം ഉണ്ട്, കാശുണ്ട് കാരണവന്മാർക്ക്. നമ്മളുമായിട്ട് അവരെ കമ്പയർ ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും പറ്റിയില്ല. അവര് ന്യൂ ജനറേഷനാണ്, അവർക്ക് പണി സൗകര്യങ്ങൾ കൂടുതലായി പോയി. അന്ന് നമുക്ക് സൗകര്യങ്ങളില്ലല്ലോ, നമുക്ക് പണി. ഇപ്പം എനിക്ക് ഏറ്റവും ദേഷ്യം ഇവിടെ ഈ പറമ്പിലൊക്കെ ഇഞ്ചി നട്ടപ്പോൾ എനിക്ക് ഈ ഇഞ്ചി പണി എന്ന് പറഞ്ഞാൽ ഒരു തൊല പിടിച്ച പണിയാണ്. എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള ഒരു പണി ഇഞ്ചി പണി. ചാച്ചനല്ലെങ്കിൽ കുഞ്ഞാച്ചൻ കുഴി കുത്തും. ഇഞ്ചി ഞാൻ എല്ലാ കുഴിക്കകത്തൂടെ ഇഞ്ചി വെക്കും. അത് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ കൂടെ ചാണിടും. അത് കഴിഞ്ഞിട്ട് ചാരം ഇടും. എന്നിട്ട് മണ്ണിട്ട് മൂടും. എന്നിട്ട് അതിന്റെ മുകളിൽ കൊണ്ടുവന്ന് ചപ്പ് വെച്ച് മൂടും. പിന്നെ കൊന്നച്ചപ്പ്, പിന്നെ അത് ചൂട്ടിടും. എന്നിട്ട് ഈ കുളത്തിലെല്ലാം ഈ കുരിശുപള്ളി വരുന്നതിന് മുമ്പ് ഇവിടെ എല്ലാം വാഴ ഒക്കെ വരുന്നു. കുഞ്ഞാച്ചനും ഞാനും കൂടെ വാഴ വെച്ച് ഞാനൊക്കെ എന്തേലും വെള്ളം കോരിയിട്ടുണ്ടെന്ന് അറിയാമോ? പിന്നെ എവിടെയാ പുല്ലുപറമ്പിലും കപ്പ ഇടുമായിരുന്നു അല്ലേ? പുല്ലുപറമ്പില് ഇഞ്ചി ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാം കപ്പ. ഇവിടെയാ ഞാൻ കളിച്ചോണ്ടിരുന്നത്. ഞാൻ അന്നേരം 5-6 ക്ലാസ്സിൽ. ചാച്ചന്റെ പുറകെ ഞാൻ എനിക്ക് പണിയെടുക്കാൻ ഇഷ്ടമായിരുന്നു. ഞാനൊന്നും പഠിക്കില്ല. അല്ല അതായാലും വെളിച്ചാച്ചന് പിള്ളേരെ കൊണ്ട് ഇങ്ങനെ കൂടെ കൊണ്ടുവന്ന് പണിയിക്കാനൊക്കെ വലിയ താല്പര്യമായിരുന്നു. പണിയും താല്പര്യം. അല്ല, ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ 9-10 കയറിയപ്പോ മുതൽ എനിക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹം തുടങ്ങി. അതുവരെ ഞാൻ ഒന്നും പഠിക്കില്ല. 10ാം ക്ലാസ്സിൽ കയറി പഠിപ്പിക്കുക. പക്ഷെ വിവീന ആദ്യം മുതലേ പഠിക്കുന്ന കൊച്ചായിരുന്നു. അങ്ങനെയാ. പിന്നെ അറിവ് വെച്ച് കയറി വരുന്ന അനുസരിച്ച് അവർക്ക് വാശിയായി പഠിത്തത്തോട്. അതൊരു ഭയങ്കര ഇതായി. അതാ ഒത്തിരി പണി. ചെറുപ്പത്തിൽ നല്ല പല പണിയും. എല്ലാ ദിവസവും പള്ളിയിലും പോകും കേട്ടോ. രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകും. ഇവിടെ എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു കൊണ്ട് കല്ലല്ലേ ലൂസി. ഞാൻ കണ്ടായിരുന്നു കേട്ടോ. ഇവരുടെ ആദ്യം കൊച്ചിന്റെ മാമോദീസയ്ക്കോ ഇവിടെ ആലപ്പുഴ ഭാഗത്തെങ്ങാണ്ട് കെട്ടിച്ചിരിക്കുന്നല്ലേ. ഞങ്ങൾ ഒന്നിച്ച് എല്ലാ ദിവസവും കളത്തുപള്ളി പോവായിരുന്നു. എന്റെ ആദ്യകരണം കളത്തുപള്ളി വെച്ചാണ് കേട്ടോ നടന്നത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് അന്നേരത്തേക്കും കുർബാന പള്ളി വലുതാക്കി പണിതില്ല. കുരിശുപള്ളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ അന്നേരം ആഴ്ചയിൽ ഒരു കുർബാനയാ. ഞായറാഴ്ച മാത്രം ഒരു കുർബാന. പിന്നെ നമുക്ക് ഇവിടെ പശു പ്രസവിക്കുമ്പോൾ നമ്മള് 7 ദിവസം കഴിയുമ്പോൾ കറന്നിട്ട് കാടൻ ഇവരൊക്കെ ചെയ്തതിനെ കഴിഞ്ഞ ഒരുപാട് പണിയാ അവര് ഈ ടോമച്ചേട്ടായി പിന്നെ ഇവരൊന്നും വേറെ ഞങ്ങളന്നേരം അപ്പുറം താഴെയല്ലേ
ഇവര് താഴെ. വേറെ പോയി. ഇവരെ കൊണ്ട് അങ്ങനെ അധികം പണിയൊന്നും എടുപ്പിക്കില്ല. അല്ല അവിടെ പണി ചാച്ചൻ്റെ കൂടെ പോയി ചെയ്യുമായിരുന്നു. എനിക്കറിയത്തില്ലല്ലോ, ഞാൻ അവിടെ ഓർമ്മയില്ലല്ലോ എനിക്ക് അവിടെ ഓർമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് പോരുന്ന എൻ്റെ ഓർമ്മയിലുള്ളൂ. പിന്നെ അവിടെ കളിക്കുന്ന അവരോട് കളിച്ച് നടക്കുന്ന അവിടെയുള്ള താഴെയുള്ള അവിടെ താമസിച്ചിട്ട് ഇങ്ങോട്ട് വന്നത് എപ്പോഴാ? ചാച്ചൻ കുഞ്ഞമ്മച്ചി മരിച്ചതിന് ശേഷമാണ് ഇങ്ങോട്ട്? അല്ലല്ല, കുഞ്ഞമ്മച്ചി കുഞ്ഞമ്മച്ചി മരിച്ചൊക്കെ ഒത്തിരി നാൾ കഴിഞ്ഞില്ലേ? കുഞ്ഞമ്മച്ചി മരിക്കുന്നതിന് മുമ്പ് വന്നു. മരിക്കുന്നതിന് മുമ്പ് അതിന് നേരത്തെ മുമ്പ് വന്നായിരുന്നു. വീഴ്ച ആയതിന് മുമ്പ് വന്ന നേരത്തെ മാറിയതാ. അത് എനിക്ക് ഞാനന്നേരം 2-ലോ 3-ലോ പഠിക്കുന്ന സമയമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനിവിടെ 2ാം ക്ലാസ് മുതൽ ഈ സ്കൂളിൽ പഠിക്കുന്ന 2ാം ക്ലാസ് മുതൽ പിന്നെ ഇവിടെ 4ാം ക്ലാസ് വരെ. ഇവിടെ 4ാം ക്ലാസ് വരെ 4ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കാഞ്ഞിരത്താനം സ്കൂളിൽ 5 പിന്നെ എല്ലാവരും കാഞ്ഞിരത്താനാണ് സ്കൂളല്ലോ. അല്ല അന്ന് നമ്മുടെ സ്കൂളും വലിയ അന്ന് ഒത്തിരി പിള്ളേരുള്ള സ്കൂളാണ്. സ്കൂളുണ്ടായിരുന്നു. ഞങ്ങളെ പഠിപ്പിച്ച സാറുമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഇവിടെ നിന്ന് സ്കൂളിൽ പോകാൻ കൂട്ടില്ലായിരുന്നു. എൽസിയും അവിടെ താഴെ അവിടെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം കുഞ്ഞാച്ചനും ഇവിടെ കൃഷിക്കാരൻ. ചാച്ചനും കുഞ്ഞാച്ചനും നേരെ വെളുക്കും വരണം ദുബായുമായിട്ട്. കുഞ്ഞാച്ചൻ കല്യാണം കഴിച്ചിട്ടില്ലേ? ഇല്ല, ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കുഞ്ഞാച്ചൻ കല്യാണം കഴിച്ചു. 3ാം ക്ലാസ് പഠിക്കുമ്പോൾ അല്ലേ? ജോമോനല്ലെന്ന്. പിന്നെ ആരാമേ? പിന്നെ ആരാ? ഇളയ മകനാ ജോമോൻ. അല്ല സാബുവിന് അവിടെ വെച്ചാണോ? സാബു അവിടെ വെച്ചാണോ ഉണ്ടാകുന്നത്? ഞാനവിടെ ഉണ്ടായേ. ഞാനായിരിക്കും അവിടെ ഉണ്ടായത്. ഇവര് എൻ്റെ അറിവിൽ ഞാൻ മാത്രമേ വീട്ടിൽ കിടന്നുണ്ടായിട്ടുള്ളൂ. അതെയോ? അമ്മയുടെ പറഞ്ഞ കഥകളിൽ വെച്ച് സാവിച്ചേട്ടായി മുട്ടിയറ വെച്ചുണ്ടായേ. അതെയോ? അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാല് ഒരാളെ പ്രസവിച്ച് റൂമിൽ ഇരിക്കുമ്പോ ഞാൻ അങ്ങോട്ട് വരുന്നു. അപ്പൊ ഈ കൊച്ചു മാക്ക് കരയുന്നുണ്ട്. അപ്പൊ ഈ കരച്ചിൽ കേട്ടോണ്ട് ഞാൻ കയറി വന്നപ്പോ അമ്മേനെ ചാരി പെട്ടി അല്ല കിട്ടിയിൽ ചാരി ഇരുത്തേക്കുവാ. കൊച്ചു അവിടെ കമന്ന് കിടപ്പുണ്ട്. എന്നിട്ട് വൈറ്റാട്ടി അറിയാമേ മറിയ താഴത്തെ ഏരിയ അല്ലേ? പുള്ളിക്കാരത്തിന്റെ പേരായിരുന്നു ദന്തത്തി കുഞ്ഞും. കുഞ്ഞമ്മയായിരുന്നോ? എനിക്ക് ഓർമ്മയില്ല, ഒന്നും അറിയില്ല. പുലിയോർമ്മ കുഞ്ഞമ്മയായിരുന്നോ? പുലിയോർമ്മ കുഞ്ഞമ്മയായിരുന്നായിരിക്കും. ആരാന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ കൊച്ചുണ്ടായത് ഓർക്കുന്നുണ്ട്. അപ്പൊ ഞാനത് ഞങ്ങള് ഇവിടുന്ന് അവധിക്കൊക്കെ ഇങ്ങനെ സ്കൂളില്ലാത്തപ്പോ ഇങ്ങനെ കളിക്കാൻ പിള്ളേരെ കൊടുത്ത് എൽസിയും ഇവരൊക്കെ ഉണ്ടല്ലോ, പിള്ളേരെ കൊടുത്ത് കളിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ എപ്പോഴും വരും. എനിക്ക് അവരെ കണ്ടോണ്ടിരിക്കണം എപ്പോഴും. അപ്പൊ ഇവിടുന്ന് ഞാൻ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഇടയ്ക്ക് അങ്ങോട്ട് പോകും. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. എന്നിട്ട് അപ്പൊ ഞാൻ അവിടെ ആ വീട്ടിൽ കിടന്നുണ്ടായിട്ടാണ് പറഞ്ഞത്. അത് ഞാൻ തന്നെയാ, വേറെ ആരുമില്ല. ഞാൻ മാത്രമേ വീട്ടിലുണ്ടായുള്ളൂ. വിചാരം സാബു ഒന്നായിരുന്നു. അല്ലല്ലേ? എന്നിട്ട് എൽസി ഞാൻ അന്നും എൽസി ഒന്നും അധികം മിണ്ടത്തില്ല. എൽസി സംസാരിക്കത്തേ ഇല്ല. ഞങ്ങള് ഇങ്ങനെ ഒന്നിച്ച് പോകും, ഒന്നിച്ച് വരും. അങ്ങനെ അധികം സംസാരിച്ചതായിട്ട് എനിക്കൊരു ഓർമ്മയില്ല. അപ്പൊ ഒരു കൂട്ടിന് വേണ്ടിയിട്ട് അവരുടെ കൊടുത്തിപ്പോ പിന്നെ 1-ാം തീയതി ഒക്കെ സമയത്ത് ചേട്ടായും എൽസിയും സാബും കൂടെ പിന്നെ ഇവിടെ വന്ന് ഇതൊന്നൊരു അമ്മ വീടായിരുന്നല്ലോ, തറവാടായിരുന്നല്ലോ. അപ്പൊ എന്നെ കൂട്ടിക്കൊണ്ട് പോകും. ഞാൻ 1-ാം തീയതി കയറുന്നതല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. ശരിയാ, അങ്ങനെ ഒരു കാര്യം എന്ന് പറഞ്ഞ് എന്നെ കൂട്ടിട്ട് പോവാൻ. അത് ഞാൻ ഓർക്കുന്നുണ്ട്. ഓരോ അന്ധവിശ്വാസങ്ങളല്ലേ? ഓരോ അന്ധവിശ്വാസങ്ങള് പണ്ട് അങ്ങനെയാണോ? 1-ാം തീയതി ആകുമ്പോഴത്തേക്ക് ആരാ വരുന്നത് നോക്കിയിരിക്കും കേറാൻ. അതെ 1-ാം തീയതി അത് ശരിയാട്ടോ. ഇപ്പോഴൊന്നുമില്ല കേട്ടോ, പണ്ടത്തെ ആ കാലത്തുണ്ടായിരുന്നു. ഒരുപാട് ജോലി ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് ഇഷ്ടമായിരുന്നു നമുക്ക്. ഇങ്ങനെ ചാച്ചന്റെ ഒക്കെ കൊടുത്ത് ഇങ്ങനെ അന്നേരം ചാച്ചൻ അവിടുന്ന് ഇവിടെ പണിയാൻ പറ്റിയില്ലായിരുന്നു. ചാച്ചന് ഇവിടെയായിരുന്നപ്പോ ചാച്ചൻ വന്നേരം ഇവിടെ അല്ലത് വലിച്ചാച്ചനില്ലെന്ന് ഞങ്ങളുടെ ചാച്ചനെ വെല്ലിച്ചൻ അവിടുന്ന് ഇങ്ങോട്ട് അല്ല അന്ന് എല്ലാം ഒരുമിച്ചായിരുന്നല്ലോ പണിയല്ല അന്ന് എനിക്ക് തോന്നുന്നു. ഒരുമിച്ചായിരുന്നു എനിക്ക് തോന്നേ. പിന്നെ അല്ല വെല്ലിച്ചന് ഇഞ്ചി കഴിക്കാനും കപ്പ നടാനും ഒക്കെ. പക്ഷെ പിന്നെ ഞങ്ങളവിടെ പാട്ടത്തിനടുത്ത് പിന്നെ കിഴക്കേ വീട്ടുകാരുടെ സ്ഥലമൊക്കെ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്തിട്ട് ഞാൻ താഴെ ആയിരുന്ന സമയത്ത് ചെയ്തതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് അവിടെ ഇപ്പൊ വരും, ഞാൻ ഓർക്കുന്നുണ്ട്. വെല്ലിച്ചന് മിക്കപ്പോഴും വരും ഇവിടെ വന്ന് നമ്മുടെ മതിലിൽ അച്ഛനിരിക്കും. അങ്ങനെ അധികം വർത്താനൊന്നും ഇങ്ങനെ ഒത്തിരി ഒന്നും പറയുന്നില്ല. പണിയെടുക്കുന്നു നന്നായിട്ട്.
ഒരു പ്രാവശ്യം നമ്മുടെ കുഞ്ഞമ്മയുടെ ഒക്കെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ അന്നേരം എന്തോ മേടിക്കാൻ വേണ്ടി കടയിൽ പോയതാണ്. അവിടെ ഒരു പശുവിനെ കെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പശുവിനെ മെയിൻ റോഡിൽ ഈ സൈഡിൽ നമ്മൾ കടയിലോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ഈ പശു എന്നെ കുത്താൻ വന്നപ്പോഴത്തേക്ക് ഞാൻ ഇതിൻ്റെ മേലെ കൂടെ ചാടി ഇറങ്ങി എൻ്റെ കാല് പൊട്ടി. ഇപ്പോഴും ഉണ്ട് വലിയ പാട്. എന്നിട്ട് സ്റ്റിച്ചൊക്കെ ഇട്ടു. എന്നിട്ട് എന്നെ വലിച്ചിനെ എടുത്തോണ്ട് പോയത്. എടുത്തോണ്ട് പോയി അങ്ങ് പിന്നെ ഈ തെന്നിത്തി കുഞ്ഞമ്മയുടെ അവിടെ സ്റ്റിച്ചിട്ടുണ്ട് വന്നു. എന്നിട്ട് ഭയങ്കര കരച്ചില്ല. പിന്നെ ഇവിടുന്ന് അവിടം വരെ ചുമന്നു പോയി, അവിടുന്ന് ഇങ്ങോട്ട് ചുമന്നു. പാവെല്ലാം കയറി. പാവല്ലായിരുന്നോ അവിടുത്തെ ചാച്ചൻ? പാവ മനുഷ്യനായിരുന്നു. ആദ്യം ആരോട് മിണ്ടിയല്ല, ഒരു വഴക്കും ഉണ്ടാക്കിയല്ല, ശാന്തൻ. ആ രീതിയാണ് സാവുച്ചേട്ടായിക്ക് കിട്ടിയിരിക്കുന്നത്. ആ രീതിയാണ് എന്റെ മകന് കിട്ടിയിരിക്കുന്നത്. സാവുച്ചേട്ടായുടെ ഒരു മകക്കും ഉണ്ട് അങ്ങനത്തെ രീതി. പറഞ്ഞിട്ട് തന്നെ കാര്യം. ഇതൊക്കെ പാരമ്പര്യമല്ലേ, നമ്മളെ കൊണ്ട് ഇതൊക്കെ എന്തോരം മാറ്റാൻ പറ്റും. മാറ്റാൻ പറ്റും. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. അവര് സ്വയം മാറാൻ തീരുമാനിച്ചാൽ ഒത്തിരി മാറാൻ ശ്രമിക്കുന്നുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. സ്വയം മാറാൻ പറ്റാൻ പറ്റത്തില്ല. ഇതെല്ലാം സ്വയം മാറണം. പറയുന്നത് കൊണ്ട് ശ്രമിക്കുന്നുണ്ട്. പറയുന്നതനുസരിച്ച് മാറാൻ ശ്രമിക്കണം. നമ്മൾ അതിൽ നിന്ന് ഓർത്ത് വിഷമിക്കണ്ട. നമുക്ക് തരുന്നെടുക്കുക അല്ലേ? ദൈവം തരും, തരുന്നെടുക്കുക. ദൈവം എടുക്കും. നമ്മളൊക്കെ അതെ, നമ്മളെത്ര നേരം ജീവിക്കും നമുക്ക് അറിയില്ല. ഒത്തിരി ആളൊന്നും ജീവിക്കണ്ട എന്റെ സിസ്റ്ററെ. മതി, ഒത്തിരി മതി. ഈ പിള്ളേരെ ഒന്ന് കരകയറ്റുന്നവരെ. നിഷ എന്നെക്കാളും 3 മാസം മറ്റേ ഇളയതാ. 3 മാസം മറ്റേ എളുപ്പമുള്ളൂ കുഞ്ഞാച്ചൻ്റെ നിഷ ഞാനുമായിട്ട്. പക്ഷെ അവള് ജനിച്ച ഇവിടെയാണോ എവിടെ ഹോസ്പിറ്റലാണോ? ഹോസ്പിറ്റലായിരിക്കും. അന്നേരം ഞാൻ ഇവിടെ ഉണ്ട്. അതായത് കല്യാണം കഴിക്കുമ്പോൾ ഞാൻ ഇവിടെ 3ാം ക്ലാസ്സിൽ പോകുന്നുണ്ട്. അപ്പോൾ കല്യാണം കഴിച്ച് 1 വർഷം കഴിഞ്ഞപ്പോൾ കൊച്ചിനെ പ്രസവിക്കാൻ വേണ്ടി അമ്മായി അങ്ങോട്ട് പോയി. രണ്ടാമതൊരു കൊച്ചും കൂടെ ഉണ്ടായി. രണ്ടാമത്തെ കൊച്ചു മരിച്ചു. നിഷേനെ വളർത്തിയത് ഞാനാ. ഇവിടുന്ന് ഭയങ്കര കരച്ചിലും. ഞാനിവിടെ എത്ര കൊച്ചുങ്ങളെ വളർത്തുന്നറിയാവോ? കൊച്ചുങ്ങളുണ്ടായി കഴിഞ്ഞപ്പോ ഞാൻ എവിടെ ഇരിക്കുന്നത് എന്റെ കാലല്ലിട്ട് കുഞ്ഞുങ്ങളെ എന്നാ ലഭിച്ചു. പിന്നെ നമ്മുടെ മണ്ണാർക്കാട്ട കുഞ്ഞമ്മയുടെ മോള്, മൂത്ത മോള് ഷൈനി ആയിട്ടും നിസ്സാര വ്യത്യാസമുള്ളല്ലോ ഞാനും, എനിക്ക് തോന്നുന്നത്. ഷൈനി പിന്നെ കുഞ്ഞാച്ചന്റെ മൂത്ത മോള് നിഷേനെ ഞാനായിപ്പോഴും കൊണ്ടുവന്നേ. അവളെ കൊണ്ട് കുരിശുപള്ളി പോവുകയും അവൾക്ക് 2 വയസ്സുള്ളപ്പം അന്നേരം അമ്മായിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞാനിവിടെ അങ്ങനെ ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ സന്തോഷമായിട്ട് ഒന്നും അറിയാതെ പഠിക്കുന്ന കാര്യം മാത്രം പോകായിരുന്നു. പറഞ്ഞൊരാളില്ലായിരുന്നു. അതാ ഞാൻ എപ്പോഴും പറയും, അന്നത്തെ കാലത്ത് പിള്ളേർക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടൊന്നും അല്ല, അവര് അതനുസരിച്ച് കൊണ്ടുവരുന്നില്ല. എന്നാൽ ഇന്നത്തെ പിള്ളേർക്ക് തന്നെ അവർ കാരണവന്മാര് കൂടെ ഇരുന്ന് പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവരെ ട്യൂഷന് വിടുന്നു, ഒരു എന്തെല്ലാം കാര്യത്തിലൂടെ അവരെ നടത്തുന്നത്. പക്ഷെ അന്നത്തെ പിള്ളേർ പറമ്പിലോട്ട് തള്ളി വിടുവോ പോയി പടതോളാൻ പറഞ്ഞു. അങ്ങനെയുള്ള പിള്ളേർക്ക് പഠിക്കാൻ പറ്റുമോ? ചാച്ചനും പഠിക്കുമായിരുന്നു പറയണേ. വലിയച്ഛനും പഠിക്കായിരുന്നു. അമ്മേനെയൊക്കെ 11ാമത്തെ വയസ്സിൽ കെട്ടിച്ചു. അമ്മ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുമായിരുന്നു. പഠിപ്പിച്ചായിരുന്നെ നമ്മള് കുറച്ചും കൂടെ ഒക്കെ ഇതായിട്ട് വരുമായിരുന്നു. പഠിപ്പിക്കുന്ന പരിപാടിയില്ലല്ലോ. പഠിപ്പിക്കുന്ന പരിപാടിയില്ല. വേഗം കെട്ടിച്ചു. എന്റെ ചേട്ടായും ചേച്ചിയും 8ാം ക്ലാസ് കഴിഞ്ഞ് ചേട്ടൻ സ്കൂളിൽ വിട്ടില്ല. അവിടെ ഞങ്ങൾക്ക് മാത്രം 10ാം ക്ലാസ് ഭാഗ്യം കിട്ടി. അതാണ് ഇന്നത്തെ കാലത്തിന്റെ ഒരു പ്രശ്നം. അത് അതെ. പക്ഷെ പഠിപ്പിച്ചവരും ഉണ്ട്, ബുദ്ധിമുട്ടുള്ളവർ പഠിപ്പിക്കുകയും ചെയ്തു. ഇവരെ വെറും പണി, അന്നത്തെ കാലത്ത് പണിയാണല്ലോ. ജോലിക്കാരെ ടീച്ചർമാരുടെ ഒക്കെ മക്കളൊക്കെ പഠിച്ചില്ലേ? അവർക്ക് അതിനുള്ള വിവരമുണ്ട് പഠിപ്പിക്കണം എന്നുള്ളത്. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഉണ്ട് അവരുടെ മക്കളെ. ഞങ്ങളൊക്കെ അന്നാ ചെയ്ത ജോലിയുടെ ആ ഇഫക്റ്റ് നമ്മുടെ ശരീരത്തിലുണ്ട്. പിന്നെ എത്ര പ്രാവശ്യം വീണൊക്കെ നമ്മള് കാല് ഒടിഞ്ഞ അങ്ങനെ ഒടിയല്ലേ ചിലരുടെ. ഇന്നത്തെ കാലത്തുള്ളവരുടെയൊക്കെ പൊട്ടലുണ്ടാവും. അസ്ഥിക്ക് ബലയില്ലെന്ന്. അതന്നെ. അതാ നമ്മളന്ന് കഴിഞ്ഞ ദിവസം എന്റെ ഒരു വിദ്യാർത്ഥിനെ കണ്ടപ്പോഴേ പറയാ, എന്റെ കയ്യെ പിടിച്ച് വെച്ചിട്ട് പറയാ, ഹ്യൂ എന്തുവാടി നിന്റെ കയ്യിലെ തഴമ്പെന്ന്. ഞാൻ പറയും പണിയെടുത്ത കയ്യാന്ന് ഞാൻ അവളോട് പറയത്. അതുപോലെ എന്റെ ചെറുപ്പം പോലെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴും എനിക്ക് പണിയല്ലേ, ഇപ്പോഴും പണിയല്ലേ. ജോലി ചെയ്ത് തഴമ്പിച്ച് നമ്മള് സ്ട്രോങ് ആവും. അപ്പൊ അതുപോലെ തന്നെ ജീവിതത്തിൽ ഏത് ബുദ്ധിമുട്ട് വന്നാലും നമ്മളെ സ്ട്രോങ് ആക്കാൻ വേണ്ടിട്ട് കർത്താവ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ തരുന്നത്. അതുകൊണ്ട് സങ്കടപ്പെടണ്ട. ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാൻ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ടിരിക്കുക. ഏത് ജീവിതത്തിലായാലും ഉണ്ടാവും കഷ്ടപ്പാടുകൾ. നല്ലതായിട്ട് ജീവിക്കുന്നവർക്ക് ഇല്ലെന്നാണോ വിചാരിക്കുന്നത്? നമ്മളെക്കാളും ചിലപ്പോ ദുഃഖങ്ങളായിരിക്കും അവർക്ക്. അവരതിന് അറിയിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. കിടക്കണ അറിയത്തില്ല എവിടെയാന്ന്. അറിയത്തില്ല കിടക്കണ എവിടെയാന്ന്. എവിടെയാ കിടക്കണ അമ്മ? മേറ്റ് നോക്കിക്കേ എവിടെയാ കിടക്കണെന്ന്. മുറി അതാ നോക്കിക്കേ. കിടക്കാറായോ? എന്നാ നോക്കാം.
മുറിയേ കിടക്കുന്ന സ്ഥലം ഇപ്പം കിടക്കണ സമയം സാലിച്ചേച്ചി ചേട്ടായിയുടെ സാലിച്ചേച്ചി എപ്പോഴും കാണും രാവിലെ ആണല്ലേ അമ്മായിക്ക് തീരെ ഓർമ്മയില്ല അമ്മായിനെ പോയി കാണണം പുള്ളിക്കും വന്ന് കാണുന്നൊക്കെയുണ്ട്. ഞാൻ ഇന്നാള് വന്നപ്പോ ഒന്ന് പറഞ്ഞാ ചേട്ടായി ഒന്ന് ചേട്ടായി ഒന്ന് കൊണ്ടുവരാതെ വന്നിട്ട് ചേട്ടായി വയ്യ. അവിടെ കിടന്നോമേ അവിടെ കിടന്നു ആ മുറി കിടന്നു ചേട്ടായി ഒരു വീഴ്ചയൊക്കെ വീണ അങ്ങനെ ആയിരുന്നു. ഷുഗർ കൂടിയിട്ടാണോ പുള്ളിക്ക് കാലെല്ലാം മരയ്ക്കുമല്ലോ, ആ കാലിൽ മരപ്പുണ്ട്. പുള്ളി രാവിലെ ഒരു പ്രാവശ്യം ഷുഗർ ഒത്തിരി കുറഞ്ഞു പോയിട്ട് രാവിലെ എഴുന്നേക്കും ബോധമൊന്നും ചാലിച്ച് അങ്ങോട്ട് തിരിച്ചിട്ട് അവിടെ കിടക്കും, ഇങ്ങോട്ട് തിരിച്ചിട്ട് ഇവിടെ കിടക്കും. അതുപോലെ ആയിരുന്നു. അപ്പൊ എന്നാ പറ്റിയെന്ന് അറിയത്തില്ലായിരുന്നു. ഷുഗർ സോഡിയം കുറഞ്ഞാലോ സാധാരണ അങ്ങനെ വരുന്നത്. ഭ്രാന്ത് പിടിച്ച പോലെ. അപ്പൊ കട പോകുന്നില്ലേ? കട തുറക്കുന്നില്ലേ ഇപ്പൊ? ഇടയ്ക്കൊക്കെ പോകുന്നുണ്ട്. ആ അന്ന് സുഖമില്ലാതെ ഞാൻ വഴക്ക് പറഞ്ഞു, വീട്ടിൽ റെസ്റ്റ് എടുക്കാനൊക്കെ പറഞ്ഞു. ഇപ്പൊ വിളിയും കുറവാ. ഇപ്പൊ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം അവിടുത്തെ മറവി മറുപടിയാ ചക്കയോട് പുഴുങ്ങിയിട്ടുണ്ട് രാവിലെ മീൻകറി ചൂടുവെള്ളം ഞാൻ പതിനൊന്നരയായി വീട്ടിൽ പോയിട്ട് അവിടെ പോയിട്ട് അപ്പുറം പോകുന്നുണ്ടോ? കുഞ്ഞാച്ചൻ കുഞ്ഞാച്ചന്റെ വീട്ടിലും പോയിട്ട് പോയിട്ടല്ലേ? അമ്മായിനെ കണ്ടിട്ട് ഇവിടുന്ന് ഒരു 5 മണിയാകുമ്പോൾ പോയാൽ പോരെ. ബസ് എത്ര മണിക്കാ? 5:45. 5:45 വെച്ച് നേരത്തെ പോയേക്കാം. ഇനി റോഡില്ല ബ്ലോക്കും പ്രശ്നം ഉണ്ടാകും. ആണ് ഏലിക്കുട്ടി അമ്മേനെ കാണാൻ വേണ്ടി ഞാൻ വന്നതാ. ലാലി ഇപ്പുറത്തെ ചെയ്യും പറഞ്ഞു. അതാ വലത്തെ ചെയ്യില്ല, വലത്തെ ചെയ്യില്ല. എവിടെ താമസിച്ചോണ്ടിരുന്നോ? വയലായില്. പെണ്ണത്തിയുടെ മകളാന്ന് പറഞ്ഞു. പെണ്ണത്തിയുടെ മകളല്ലേ ഞാൻ. പറയുമ്പോ അങ്ങോട്ട് മനസ്സിലാവും. പെട്ടെന്ന് അങ്ങ് മറന്നു പോകും ചിലപ്പോൾ. ഡോക്ടറെ കാണിച്ചായിരുന്നു. അതല്ലേ മരുന്നുള്ളതല്ലേ? അവരൊക്കെ ഒന്നും ഇത്ര അമ്മയുണ്ടെന്ന് പോലും അറിയത്തില്ല. ചിറ്റാരിക്കൽ, കാസർഗോഡ്. കാസർഗോഡ് കാസർഗോഡാ? അവിടെയാണ്. നല്ല സ്ഥലമാണ്. 2 മാസമേ ആയുള്ളൂ. ബുദ്ധിമുട്ട് കൂടല്ലേ അവിടെയൊക്കെ? പള്ളി ഒരു മലയാളം മൂലയിരിക്കുന്നത്. ഇവിടെയല്ലേ പുതുമലയല്ലേ? അല്ലാതെ വേറെ കടന്ന സുഖമുണ്ടോ? കടന്ന ശരീര സുഖമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ വലിയ കുഴപ്പമാണ്. അലർജി ഉള്ളു നമ്മുടെ പ്രോബ്ലം. പാരമ്പര്യമായിട്ടുള്ളതല്ലേ? കൊച്ചു കിടക്കട്ടെ. അതിനോട് അങ്ങനെ കിടത്ത അവളോട് റെസ്റ്റ് ചെയ്തോളാം പറ. എത്ര മണിക്കൂറായതാ? ഇനി ഒന്ന് ഉറക്കാൻ നേരം. അപ്പൊ ഇനിയിപ്പോ അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ചോറ് തരും. എവിടെ? അനുസരിച്ച് വരില്ല. ആ 11 കാര്യമേ ഉള്ളൂ. വരുമോ തിരിച്ചു പെട്ടെന്ന്? നമുക്ക് വേഗം തിരിച്ചു വരും. വീട്ടിൽ അതെ വൈകിട്ടേ പോണുള്ളൂ. ആ കൊച്ചിനോട് കൊണ്ടുവിടാൻ പറയൂടെ. വൈകിട്ടേ പോകുന്നുള്ളൂ. അമ്മേനെ കാണാൻ വന്നല്ലേ? അമ്മേനെ കാണാൻ വന്നല്ലേ? വൈകിട്ടേ ബസ് ഉള്ളൂ. ബസ് ആ അവിടെയുണ്ട്. അമ്മയോട് വർത്താനൊക്കെ പറഞ്ഞ് കുഞ്ഞമ്മേനെ ഇപ്പോൾ പോയി കണ്ട് കല്ലിക്കുന്നേലെ ചേർത്തീനൊക്കെ പോയി കണ്ടിട്ട് വരും. വീട്ടിലോട്ട് വൈകുന്നേരം പോവും. വൈകിട്ട് പോവും. വൈകിട്ട് വൈകിട്ട് പോകുമെന്ന്. അതുകൊണ്ട് കാര്യമായി. ആ ആരാ ഷർട്ടും പാന്റും ഒക്കെ ഇട്ടോണ്ട് വന്നായിരിക്കും. അതുകൊണ്ടായിരിക്കും. അറിയല്ലേ? സാബുവാണത്? ഇത് സാബുവാണോ? ഇതോ സാവുചേട്ടായി അല്ല. അല്ല അത് സാവുചേട്ടായി ഒന്നും അല്ല. പിന്നെ ഈ അയൽവക്കത്തെ കാണുള്ളതാ. ആരാ? അയൽവക്കത്തുള്ളതല്ലേ? ആരാ അതെ? നീ അമ്മേനെ കൺഫ്യൂഷൻ ആക്കിയോ? ഉറപ്പ് പറയില്ല പറയാനാ. നീ സാവുണ്ട് അവള് വന്നേ. ആ നീ സാബുവല്ലെന്ന് അവള് പറഞ്ഞു. സാബുവാ ഞാൻ അമ്മേനെ പറ്റിച്ചതാ. എന്നെ കളിപ്പിക്കാൻ പറഞ്ഞു. എന്നാലും എനിക്ക് എന്റെ മക്കളുടെ മുഖം കാണും പറയുന്നത്. ആ അമ്മയ്ക്ക് മക്കളുടെ മുഖം കാണാൻ പറയടി. പറഞ്ഞുകൊണ്ടൊന്നും കാര്യമായില്ല. അതൊക്കെ മനസ്സിലുണ്ട്. ഒരു പ്രായം മുതൽ അവനവൻ്റെ മക്കളെ അവനാണ് നോക്കുന്നത്. എന്നാലും അവർക്കറിയാം അതിൻ്റെ അവരുടെ കാര്യങ്ങളൊക്കെ. നീ എന്നെ നോക്കിയ പണിയിരിക്കും. അവൾക്ക് അമ്മ പറഞ്ഞൊന്നും മനസ്സിലായില്ല. അവൾക്കൊന്നും ഇങ്ങനെ ഇരിക്കുമോ? അവള് ഹിന്ദിയാ. അവൾക്ക് ഹിന്ദി അറിയത്തുള്ളൂ. ഹിന്ദി അറിയത്തുള്ളൂ. ഹിന്ദി. മലയാളം അറിയത്തില്ല. മലയാളം അറിയത്തില്ലെന്നേ. മലയാളം ആ അങ്ങനെയാണോ? ആ
ഹിന്ദി അറിയത്തുള്ളൂ, ഹിന്ദി. അത് വലിയ പാടല്ലേ. ആ, പാടൊന്നുമില്ല. ഇത്ര നാളായിട്ടും ഇവിടെ ഈ നാട്ടിലായിട്ട് പോലും ഈ നാട്ടിലല്ല, അവള് പുറത്തുനിന്ന് വന്നതാ, ചേച്ചിയിലൂടെ വന്നതാ. വില്ലേജ് ഓഫീസാണോ? എന്നാ ഞാൻ മറ്റേ മെഡിക്കൽ കോളേജിലല്ലേ, ജൂനിയർ സൂപ്രണ്ടല്ലേ അവിടുത്തെ? സൂപ്രണ്ടാ. സൂപ്പറിന്റെ ആ, കാരിത്താസ് ഏത് ഹോസ്പിറ്റൽ? മെഡിക്കൽ കോളേജില്ലേ, മെഡിക്കൽ കോളേജ്. മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ്. ആ, ചേച്ചി എന്നാ വന്നേ? അവിടുന്ന് ബോംബെന്ന് തന്നെ വന്നേ? ബോംബെന്ന് ഞാന് 2024 റിട്ടയർ ആയില്ലോ. ആ, അടുത്ത പോന്നു. മെയ് 31 മെയ് ആ, ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി. ഇപ്പൊ എവിടെയാ? ചിറ്റാരിക്കാർ. ഓ, മറ്റേ കാസർഗോഡ് ചിറ്റാരിക്കില്ല. ഇവൻ കാസർഗോഡ് ഉണ്ടായിരുന്നു, കോട്ടയം മെഡിക്കൽ കോളേജ്, കാസർഗോഡ് മെഡിക്കൽ കോളേജ്. എത്ര വർഷം ഉണ്ടായിരുന്നു? 1 വർഷം. ആ, ഇനി വരുമ്പോ അങ്ങോട്ട് പോവാ. ചിറ്റാരിക്ക് അതുകൊണ്ടാ വരാതെ. ഞാൻ 23 പോന്നു, നവംബറിൽ പോന്നു. നവംബറിൽ പോയി. അവനങ്ങോട്ട് പ്രൊമോഷനായിട്ട് പോയാ. പള്ളിയുടെ കോൺവെന്റ് ആണോ? പള്ളിയുടെ നമ്മുടെ കോൺവെന്റ്, ഞങ്ങൾ സെന്റ് ആൻസ് ആ, ഉണ്ടായിരുന്നു ഞങ്ങളുടെ കോൺവെന്റ്. ആണോ? പള്ളിയുടെ ആരാധനാ മഠമല്ലേ? ആണോ? പള്ളിയുടെ എന്ന് പറഞ്ഞാൽ സിസ്റ്റേഴ്സിന്റെ ഞങ്ങളുടെ മഠം ഇൻഡിപെൻഡന്റ് ആണ്. പള്ളിയിൽ പാസ്റ്റർ വർക്ക് ചെയ്യുന്നു. ആ, ആ. പിന്നെ ഞങ്ങളുടെ സ്കൂള് സ്കൂളുണ്ട് ചിറ്റാരിക്ക്. സ്കൂള് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, പ്രൈവറ്റ് സ്കൂളാണ്. ആ, ആ, ആ. ഞങ്ങളുടെ ക്യാരിസം എഡ്യൂക്കേഷൻ ആയിരുന്നല്ലോ. ആ, ആ, ആ. ഇപ്പൊ വേറെ ഉണ്ടോ സ്കൂളുകൾ? ഉണ്ട്. ഞങ്ങളുടെ മഠം എവിടെയൊക്കെ ഉണ്ട് അവിടെ എല്ലാ സ്കൂളിലും ഈ പടിയൂരൊഴിച്ച്. ആണോ? പടിയൂർ മാത്രം മഠമില്ല, അതായത് സ്കൂളില്ല. ആ, ശരി. പിള്ളേരെല്ലാം കുറവാണ്. ആ. ഞാച്ചൻ്റെ വീട്ടില് വീട്ടിൽ പോയിട്ട് അതുവഴി പോകാനോ? അതോ അതുവഴി അങ്ങോട്ട് പോകാനാ? അല്ല, എങ്ങനെയാ? എന്നാ പിന്നെ അങ്ങനെ അല്ല, ഇത് 2 മണിയായില്ലേ? ഇപ്പൊ ഞാൻ ബസ്സിനൊക്കെ നമുക്ക് അതിലെ കൂടെ കയറിയിട്ട് അങ്ങനെ പോവാം അല്ലേ? അല്ല, നമുക്ക് ഇങ്ങോട്ടാ പോകണ്ടേ? ആണോ? ഇത് തിരിച്ചു പോകുന്നുണ്ടോ? പോവാം. കാസർഗോഡ് പോവാണോ? ബസ്സിനാണോ? എങ്ങനെയാ പോകുന്നത്? ബസ്സിനാണ്. ബസ് ഒറ്റ ബസ്സിന് പോകുമോ? ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഏത് വൈകിട്ടാ? അതോ KSRTC. എവിടുന്ന്? പാലായിരുന്നു. പാലായിന്ന് ആ ബസ് കുടിയമല. ആ ബസ് പിന്നെ നമ്മുടെ കുറുപ്പന്തരേന്ന് പോകുന്നു. ആണോ? ട്രാൻസ്പോർട്ട് ആണോ? അപ്പൊ അങ്ങനെ വേണമെങ്കിൽ പോവാം. അങ്ങനെ വേറെ ടിക്കറ്റ് എടുത്താൽ മതി. ട്രാൻസ്പോർട്ട് ഇതിലില്ല, തൊടുപുഴ വഴി കയറി പോകും. ട്രാൻസ്പോർട്ട് കോട്ടയത്തുള്ളൂ, കുടിയാമലല്ല. അത് മാനന്തവാടി. എന്തോ ബസ് 5:45. അപ്പൊ അവിടെ എത്തിച്ചെല്ലും. പിറ്റേ ദിവസം രാവിലെ 5:15. മറ്റേ ചിറ്റാരിക്കല് വഴി കയറുന്നത്? ഞാൻ ചിറ്റാരിക്കല് വഴി ചെമ്പേരിക്ക് പോകും. ചെമ്പേരി കുടിയമ്മലയാകുമ്പോഴത്തേന് കുടിയമല ചെമ്പേരി കൂടി. അത് ബസ് എന്റെ ലാസ്റ്റ് സ്റ്റോപ്പാന്ന് തോന്നുന്നു കുടിയമല. ആണോ? അപ്പൊ ഇത് ചിറ്റാരിക്കല് വരുവോ? ഇല്ല, ഞാന് പിന്നെ ചേട്ടായുടെ വീട്ടിൽ അവിടെ ചെളിമരമില്ലാണ് വീടിന് ഇറങ്ങിട്ടാണോ? ചേട്ടായുടെ വീടിന്റെ വാദത്തിൽ അവിടെ അടുത്തല്ലേ സഞ്ജീവൻ വീട്, പോയിട്ടില്ലേ അവിടെ? ആ, അപ്പൊ അവിടെ ഇറങ്ങി ഞാൻ പിന്നെ കുളിച്ച് ഫ്രഷായി എനിക്ക് പള്ളി പോയി കുർബാനയും കണ്ടിട്ട് അടുത്ത ബസ് കയറി പോയാൽ മതി. കടയുണ്ടോ? ചുമ്മാ ടൈം പാസിന് പോകുന്ന കടയില്. മണ്ണാറനാട്ട് എല്ലാവരും സുഖമായിരിക്കുന്നു. കഞ്ഞി വിളിച്ചായിരുന്നു. മലയാളം അറിയാവോ? ഇല്ല, അവർക്ക് മലയാളം അറിയാം. ഹാന ഖായ പുജിരിയാണ്. വിഷയാക്കി സ്ഥിതിയാക്കിട്ടെ. സുഖമായിട്ടിരിക്കുകയും ചുമടൊക്കെ നോക്കി പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി. അത് അമ്മ എല്ലാവർക്കും വേണ്ടി അമ്മ എല്ലാവർക്കും വേണ്ടിയാ പറയാം. എന്തോ അമ്മ എല്ലാവർക്കും വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പറയേ. നമ്മൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എടുത്തു പറയും. അമ്മ പറയും ഞാൻ എല്ലാവർക്കും എല്ലാവർക്കും പ്രാർത്ഥിക്കണം. നല്ല അമ്മയാന്ന് എനിക്ക്. മത്സരിക്കാൻ പോയി. ആ, നല്ല അമ്മയാട്ടോ. അപ്പൊ ശരി കേട്ടോ, പ്രാർത്ഥിക്കണേ. നല്ല മാർക്കൊന്നും കിട്ടാൻ തന്നെ പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പൊ ഓൾ ദ ബെസ്റ്റ് വിഷസ്. നന്നായി പഠിച്ച് മിടുക്കനായി അമ്മേനെ സഹായിക്കണം, പപ്പാനെ സഹായിക്കണം, അമ്മേനെ സഹായിക്കണം കേട്ടോ. ലാലി ചേച്ചിനെ കൊണ്ടാക്കാനായിട്ട്. ലാലി ചേച്ചിയൊക്കെ പോവില്ലേ? ആ, പാലായി കൊണ്ടാക്കണം. പാലായിൽ നിങ്ങൾ പോവാണേ കേട്ടോ, കൊണ്ടാക്കിയിട്ട് വരാം. പോട്ടെ അമ്മായി. തിരുത്തുകൂടിയല്ലേ ഇരിക്കും ഇവിടെ. എന്നാ വരുന്നതെന്ന് വരാം അമ്മായി, പിന്നെ വരാം.
പിന്നെ വരാം. ഇന്നോ? പിന്നെ 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 ആ പിന്നെ ടാറ്റ ടാറ്റ. ടാറ്റാ. എന്നൊക്കെ ഇരിക്കും. ബോക്സ് ഇങ്ങോട്ട് വെച്ചോ. ആ ഓസ് വെച്ചിട്ടുണ്ട്, പറക്കി വെച്ചിട്ടുണ്ട്. ആ അപ്പം അങ്ങോട്ട് പോകാനാ? കർണാടക തന്നെ പോകാനാ? അല്ല കാസർഗോഡ് പോകാനാ? ബൈ ബൈ. ഓക്കെ. ബൈ ബൈ ബൈ. അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.